2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നത്. 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ലഭിച്ച ചില മുന്നേറ്റങ്ങളുടെ ഹാങ് ഓവറിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം ഉറപ്പിച്ചു എന്ന് സ്വപ്നം കണ്ട് നടക്കുകയാണ് UDF. സ്വാഭാവികം. എന്നാൽ അതത്ര എളുപ്പമാണോ? അല്ല എന്നു തന്നെ പറയേണ്ടി വരും. UDF നേതൃത്വത്തിന് മേൽ വീണ ഒരു വലിയ ഇടിത്തിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിൽ അഥവാ UDFൽ വൻ പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുന്നു. അതും അവരുടെ സകല പ്രതീക്ഷകളെയും തകിടം മറിക്കുന്ന രീതിയിൽ തെക്കൻ കേരളത്തിൽ നിന്ന് തന്നെ. സംസ്ഥാനത്താകെ 80 നിയമസഭാ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ലീഡുണ്ട് എന്ന് കണക്കുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷനും മേനി നടിക്കുമ്പോൾ സ്വന്തം മുന്നണിയുടെ അടിത്തറ എത്രത്തോളം ദ്രവിച്ചിട്ടുണ്ടെന്ന് അവർ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് UDFൻ്റെ ആസന്നമായ തകർച്ചയിലേക്കാണ്. എന്താണ് ചടയമംഗലത്ത് സംഭവിക്കുന്നത്? കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ ചടയമംഗലം മേഖലയിലെ ഒരു പ്രാദേശിക നേതാവായ നിയാസ് ചുണ്ട തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പോസ്റ്റിലെ വരികൾ ഇങ്ങനെയാണ്: ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ തീരുമാനത്തിൽ മാറ്റമില്ല. ഈ ഫോട്ടോ വച്ച് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നും അറിയാം. പക്ഷേ ഒരു സ്വതന്ത്രനായി നിൽക്കാൻ പറ്റുമല്ലോ. ഒരു മതമൗലികവാദികൾക്ക് മുന്നിലും ചടയമംഗലം അടിയറവ് വയ്ക്കാൻ പാടില്ല. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ വിമത പ്രഖ്യാപനമായി തോന്നാം. എന്നാൽ ഈ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വൈരുദ്ധ്യവും അപകടവും എത്രത്തോളമാണെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക പശ്ചാത്തലത്തിലുള്ള ഫോട്ടോ വച്ച് താൻ മത്സരിച്ചാൽ UDFൻ്റെ ഔദ്യോഗിക വോട്ടുകൾ ലഭിക്കില്ലെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. എങ്കിലും താൻ മത്സരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ അതിലും ഗൗരവകരമായ വിഷയം ആ പോസ്റ്റിലെ അവസാന വരിയാണ്: മതമൗലികവാദികൾക്ക് മുന്നിൽ ചടയമംഗലം അടിയറവ് വയ്ക്കാൻ പാടില്ല. ആരാണ് ഈ മതമൗലികവാദികൾ? അദ്ദേഹം CPMനെയോ BJPയോ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. UDFൻ്റെ നട്ടല്ലായ UDF എന്ന മുന്നണിയെ താങ്ങി നിർത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് മതമൗലികവാദികൾ എന്ന് മുദ്രകുത്തിയിരിക്കുന്നത്. ചടയമംഗലം സീറ്റ് UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് നൽകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു പരസ്യ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. തെക്കൻ കേരളത്തിലാകെ 1-2 സീറ്റുകളിൽ മാത്രം മത്സരിക്കാൻ അവസരം ലഭിക്കുന്ന മുസ്ലിം ലീഗിനെ സ്വന്തം മുന്നണിയിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മതമൗലികവാദികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലീഗിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ ഭൂരിപക്ഷം നിയമസഭാ സീറ്റിലും മത്സരിച്ച് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന പച്ചയായ യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം മുന്നണിയുടെ അടിത്തറ തോണ്ടുന്നത്. ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളൊന്ന് പരിശോധിച്ചാൽ UDF എന്ന മുന്നണി താഴെത്തട്ടിൽ എത്രത്തോളം ശിഥിലമായി കഴിഞ്ഞു എന്ന് വ്യക്തമാകും. ഒരാൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം ലീഗ് മതമൗലികവാദിയാണോ? നീ പറയുന്ന ഈ മതമൗലികവാദികൾ ഇല്ലെങ്കിൽ നിൻ്റെ പാർട്ടിയുടെ പേര് രാഷ്ട്രീയ കേരളത്തിൽ കാണുമായിരുന്നില്ല. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ നീയൊക്കെ വെറും 0 ആണ്. മറ്റൊരു ലീഗ് പ്രവർത്തകൻ്റെ രോഷം നോക്കുക: മതമൗലികവാദികളുടെ വോട്ട് വേണം, അവർ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയും വേണം. ഈ കൊല്ലം ജില്ലയിൽ മുസ്ലിം ലീഗിനുള്ള ഒരു സീറ്റ് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് മുന്നണിയിലെ അവകാശമാണ്. ഇരവിപുരം വിട്ടുകൊടുത്ത ലീഗിന് പകരം ഒരു ഗുണവുമില്ലാത്ത പുനലൂർ നൽകി കുറേ കാലമായി ഏമാറ്റുന്നു, അതായത് പറ്റിക്കുന്നു എന്ന്. മറ്റൊരു കമൻറ്റ് ഇതാണ്: ചടയമംഗലത്ത് കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടെങ്കിൽ 140 സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകുമോ? ലീഗിൻ്റെ വോട്ട് വാങ്ങിയാണ് നിങ്ങൾ പലയിടത്തും ജയിക്കുന്നത് എന്ന് ഓർക്കണം. ഈ കമൻറ്റുകൾ വെറുമൊരു സോഷ്യൽ മീഡിയ പോലല്ല. ഇത് UDFൻ്റെ ഘടകകക്ഷികൾക്ക് ഇടയിലുള്ള വിശ്വാസ തകർച്ചയുടെ നേർചിത്രമാണ്. മലബാറിലെ ലീഗിൻ്റെ വോട്ട് ബാങ്ക് ഇല്ലാതെ കോൺഗ്രസിന് കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന് ലീഗ് അണികൾ കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയം തെക്കൻ കേരളത്തിൽ ലീഗിന് യാതൊരു സ്വാധീനവുമില്ലെന്നും അവർക്ക് സീറ്റ് നൽകുന്നത് കോൺഗ്രസിൻ്റെ വിജയസാധ്യത ഇല്ലാതാക്കുമെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചടിക്കുന്നത്. ഒരു മുന്നണി എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവർ പരസ്പരം ശത്രുക്കളെ പോലെ കടിച്ചു കീറുന്ന കാഴ്ചയാണ് ചടയമംഗലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്.
ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. ഈ നിയാസ് ചുണ്ട വെറുമൊരു സാധാരണ പ്രവർത്തകൻ മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റ് ശ്രദ്ധിക്കുക. കൊല്ലം DCC ജനറൽ സെക്രട്ടറിയായ D. ചന്ദ്രബോസിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റാണത്. D. ചന്ദ്രബോസ് മികച്ച സംഘാടകനാണെന്നും SNDP കടയ്ക്കൽ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റാണെന്നും ചടയമംഗലത്ത് അദ്ദേഹമാണ് മത്സരിക്കേണ്ടത് എന്നുമാണ് അതിലെ ഒളിയമ്പ്. ഇതിനർത്ഥം എന്താണ്? നിയാസ് ചുണ്ടയ്ക്ക് കോൺഗ്രസ് പാർട്ടിയോടോ KPCC നേതൃത്വത്തോടോ യാതൊരു എതിർപ്പുമില്ല. അവർക്കെതിർപ്പ് മുസ്ലിം ലീഗിനോടാണ്. ചടയമംഗലത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടും മൗനാനുവാദത്തോടും കൂടിയാണ് ലീഗിനെതിരെയുള്ള ഈ കടന്നാക്രമണം നടക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാണ്. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും ചടയമംഗലത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒന്ന് വിലയിരുത്താം. എന്തിനാണ് മുസ്ലിം ലീഗ് ചടയമംഗലം സീറ്റ് ചോദിക്കുന്നത്? ചരിത്രപരമായി കൊല്ലത്ത് ലീഗിന് സ്വാധീനമുണ്ടായിരുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. 1991 അവിടെ നിന്ന് ജയിച്ച് PKK ബാവ മന്ത്രിയായ ചരിത്രമൊക്കെയുണ്ട്. എന്നാൽ പിന്നീട് RSP UDFിലേക്ക് വന്നപ്പോൾ, അതായത് പ്രേമചന്ദ്രനും കൂട്ടരും UDFിലേക്ക് വന്നപ്പോൾ ആ സീറ്റ് ലീഗിന് നഷ്ടമായി. അതിന് പകരമായി അവർക്ക് നൽകിയത് പുനലൂരാണ്. 2016-ലും 2021-ലും അവിടെ മത്സരിച്ചവർ അന്തസ്സായി പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്തവണ തങ്ങൾക്ക് വിജയസാധ്യതയുള്ള ചടയമംഗലം വേണമെന്ന് ലീഗ് നേതൃത്വവും വാശി പിടിക്കുന്നത്. എന്നാൽ ചടയമംഗലത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇത് LDFിൻ്റെ, പ്രത്യേകിച്ച് CPIയുടെ ഉരുക്കുകോട്ടയാണ്. വെളിയം ഭാർഗവനും MN ഗോവിന്ദൻ നായരും മുല്ലക്കര രത്നാകരനും ഇപ്പോൾ J. ചിഞ്ചുറാണിയും പ്രതിനിധീകരിക്കുന്ന ചുവന്ന മണ്ണ്. അവിടെ 2001-ൽ പ്രയാർ ഗോപാലകൃഷ്ണനിലൂടെ ഒരു തവണ മാത്രമാണ് കോൺഗ്രസിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് CPIയുടെ ശക്തമായ സ്വാധീനമുള്ള ആ മണ്ഡലം ലീഗിന് വിട്ടുകൊടുത്താൽ പരാജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ UDFിൻ്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടത്. തെക്കൻ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വൻ മുന്നേറ്റം ഉണ്ടാക്കി എന്നവർ അവകാശപ്പെടുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെല്ലാം തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവർ പറയുന്നു. എന്നിട്ടും സ്വന്തം മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം തയ്യാറല്ല എന്ന് മാത്രമല്ല, അവരെ മതമൗലികവാദികൾ എന്ന് വിളിച്ച് അപമാനിക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നം ചടയമംഗലത്തോ കൊല്ലം ജില്ലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇതിൻ്റെ പ്രത്യാഘാതം തെക്കൻ കേരളത്തെ മുഴുവൻ ബാധിക്കാൻ പോവുകയാണ്. മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിക്കാനും അവരുടെ പോസ്റ്റർ ഒട്ടിക്കാനും നടക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തെക്കൻ കേരളത്തിലെത്തുമ്പോൾ അതേ ലീഗിനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നു. ഈ വൈരുദ്ധ്യം കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ കാണുന്നുണ്ട്. ലീഗിൻ്റെ അണികളും ഇത് തിരിച്ചറിയുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ കണക്കുകൾ നിരത്തി 2026-ൽ ഭരണം പിടിക്കാമെന്ന UDFിൻ്റെ മോഹങ്ങൾക്ക് മേലാണ് നിയാസ് ചുണ്ടയെപ്പോലെയുള്ളവർ കരിനിഴൽ വീഴ്ത്തുന്നത്. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകാതെ അവരെ അപമാനിച്ച് പുറന്തള്ളാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ അഹങ്കാരത്തിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വില നൽകേണ്ടി വരും. സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിന് മുൻപേ പരസ്പരം വിഴുപ്പലക്കുന്ന ഈ മുന്നണി എങ്ങനെയാണ് കേരളത്തെ നയിക്കുക എന്ന് ജനങ്ങൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് വിമതർ ആ മണ്ഡലം LDFിന് അനുകൂലമാക്കാനേ ഉപകരിക്കൂ എന്ന് തിരിച്ചറിയാൻ വലിയ രാഷ്ട്രീയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ കരുത്തിന് മുന്നിൽ പരസ്പരം പോരടിക്കുന്ന ഈ UDF സംവിധാനം ഒരു വൻ പരാജയമായി മാറുമെന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ചടയമംഗലത്ത് നിന്നും ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് UDFിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. തുടക്കം ചടയമംഗലത്താണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇനി ഈ കാഴ്ച കാണാം. കാരണം പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു സംഘടനാ സംവിധാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരമേൽക്കാൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന സാഹചര്യമാണ് കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും കാണേണ്ടി വന്നാൽ അത് കണ്ട് ആരും അന്തം വിടരുത്. ചടയമംഗലത്തെ ഈ തീ വെറുമൊരു ഫേസ്ബുക്ക് പോസ്റ്റിലെ തീയല്ല. അത് UDFിൻ്റെ അടിത്തറ കത്തിച്ചാമ്പലാക്കാൻ പോകുന്ന ഒരു വലിയ കാട്ടുതീയുടെ തുടക്കം മാത്രമാണെന്ന് കോൺഗ്രസ്സുകാർ വരെ ഭയക്കുന്നുണ്ട്. അഹങ്കാരവും തമ്മിലടിയും മുഖമുദ്രയാക്കിയ UDFിനെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.